നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊരു കരക്കമ്പി വരക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പം ദിവസം ഒരു 3-ൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ കാണുന്നില്ല, യാത്രകളൊക്കെ കുറച്ചു, പരിപാടികൾ കുറയ്ക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കൺഫേംഡ് അല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിണറായിക്ക് വല്ലാത്ത ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ കേരളത്തിലൊരു ഭരണമാറ്റം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായേക്കും എന്ന് കരുതുന്ന ആളുകൾ CPM-ൽ തന്നെയുണ്ട്. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. പയ്യന്നൂരിലെ മാധവ പൊതുവാളിനെ MP ഗോവിന്ദൻ പോയി കണ്ടു. സൗഹൃദ സന്ദർശനമെന്ന് രണ്ടുപേരും പറയുന്നു. എന്നാൽ തനിക്കെന്തെങ്കിലും സാധ്യത ഈ തിരഞ്ഞെടുപ്പിലോ തിരഞ്ഞെടുപ്പിന് മുമ്പോ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഗോവിന്ദൻ പോയത് എന്ന് പറയുന്നവരുണ്ട്. ചേട്ടൻ ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാനിത് ശ്രദ്ധിച്ചു. ഒന്ന്, മുഖ്യമന്ത്രിക്ക് സുഖമില്ല എന്നുള്ളത് ഇപ്പോഴില്ല, കുറേ നാളായിട്ട് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചികിത്സയ്ക്കാണ് അമേരിക്കയിൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിലൊക്കെ അതിൻ്റെ വ്യത്യാസം കാണാം. അസുഖം എന്തോ കൂടുന്നുണ്ട്. അസുഖം എന്താണെന്ന് അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാമെങ്കിലും ഞാനും പുറത്ത് പറയുന്നില്ല. അത് പറയാൻ പാടില്ല, ഒരാളുടെ സ്വകാര്യതയാണല്ലോ. അതെ, അങ്ങനെയൊന്നുമില്ല. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് പുള്ളിയുടെ മുട്ട് മാറ്റി വെച്ചത്. 2 മുട്ടും മാറ്റി വെച്ചു. അമേരിക്കയൊന്നുമല്ല, ബോംബെയിൽ ബ്രിച്ച് കാൻഡി ഹോസ്പിറ്റലായിരുന്നു. അടൽജി അത് ഒളിച്ചു വെച്ചൊന്നുമില്ല. അത് വ്യക്തിപരമായ എൻ്റെ മുട്ട് പോയടാ, മറ്റേ ഗർവാസി സാശാനെ കൊണ്ടുപോകുന്ന പോലെ അടൽജി എൻ്റെ 2 കാലം പോയി, ആളിയെ കൊണ്ടുപോയി. അപ്പം ക്യാമറ എല്ലാം അടൽജി പറഞ്ഞു, എൻ്റെ തുണിയില്ലാത്ത ഇത് കാണിക്കരുത്, ബാക്കി എന്ത് വേണേ കാണിച്ചു. കാരണം ബോധം കെടുത്തുമല്ലോ എന്നെ. ബോധം കെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവത്തെ അത്രയും ശസ്ത്രക്രിയ വേണമെങ്കിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തു, പക്ഷെ തുണിയില്ലാതെ എന്നെ കാണിക്കരുത്, അത്രയും ഒരു ദയ കാണിക്കണം എന്ന്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഈ അസുഖം സ്വകാര്യമാണ് എന്നുള്ളതൊരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ആശുപത്രികളിലൊക്കെ അത് പാലിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടും പുറത്ത് സുഖമില്ലെങ്കിൽ അത് ഒളിച്ചു വയ്ക്കാൻ സാധ്യമാണ്. അത് പറ്റില്ല. നമ്മൾ പോയില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എവിടെ പോകുന്നു? അതേ ഇവിടം വരെ, അതെവിടെ? ഒന്ന് ആശുപത്രി വരെ. എന്ത് പറ്റി? അത് തുടങ്ങും, ആളൊക്കെ കൂടും. നമ്മൾ ഡോക്ടർ ജേക്കബിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അയ്യോ അങ്ങനെ തല്ലിപ്പൊള്ളിയാണ്, ഡോക്ടർ ജോർജിൻ്റെ അടുത്ത് പോക്കോ. എന്താണ് ജേക്കബിന് എന്താ കുഴപ്പം? ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് പുള്ളി ഒറ്റ ഗുളികയ്ക്ക് ശരിയാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ജനാധിപത്യ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആശുപത്രി പോകാൻ പറ്റുള്ളൂ. പറഞ്ഞിട്ട് പോയാൽ രാവിലെ വെറുതെ കാലിൽ ചെറിയൊരു കുരുവായിട്ടിരുന്ന സാധനം ഇതെന്ത് പറ്റി എന്ന് ആൾക്കാർ നോക്കി ഞെക്കി ഞെക്കി വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ മന്ത് പോലെ വീർക്കും. ഈ അവസ്ഥയാണ് ഇപ്പോഴും നാട്ടിൻപുറത്ത്. നഗരങ്ങളിൽ കുറച്ചുകൂടെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ പോലും അറിയില്ല. അതുകൊണ്ട് ഈ അസുഖം സ്വകാര്യമാണെന്നൊക്കെയുള്ള യൂറോപ്യൻ കൺസെപ്റ്റ് തെറ്റില്ല, അത് കൊണ്ട് നടക്കട്ടെ. ബട്ട് പിണറായി വിജയൻ്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. ഞാനത് അങ്ങേര് പുറത്ത് പോയി പിന്നെ ഞാൻ പുറത്ത് പറഞ്ഞ എന്ത് കാര്യം? അസുഖം എന്തായാലും പുള്ളിക്ക് സുഖമില്ല. ബട്ട് പുള്ളി മരിക്കുന്ന സ്ഥിതിയൊന്നും ആയിട്ടില്ല. ട്രാവലൊക്കെ കുറച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഓരോ ഇതിൻ്റെ നടുക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് യാത്ര കുറച്ച് കാണും. മഴയാണ്, നമ്മുടെ റോഡാണേ, റോഡിൽ കൂടെ പോകാൻ പറ്റില്ല. ഇതൊക്കെ ആയിരിക്കാം. ബട്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പാർട്ടിക്കകത്ത് ഇത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. മൂപ്പര് ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു നിശ്ചയമില്ല, ഒന്നിനും വരുമോ ഗതി വന്ന പോലെ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് MP ഗോവിന്ദന് എന്തുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയായി കൂടാ എന്ന് തോന്നുന്നു. തനിക്ക് വിശ്വാസമുള്ള ഒരു ജോൽസിനോട് ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നം വയ്ക്കുന്നത്. പ്രശ്നം വയ്ക്കുക എന്നാണ് അതിന് പറയുന്നത്. പ്രശ്നമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പം അതിന് പരിഹാരം അന്വേഷിച്ച് പൊതുവാളിനെ കാണാൻ പോയി. പൊതുവാൾ എന്ത് പറഞ്ഞു എന്ന് അറിഞ്ഞുകൂടാ. അവസാനം അത് കുഴപ്പമായി കഴിയുമ്പോൾ പൊതുവാൾ തന്നെ ഗോവിന്ദനെ രക്ഷിക്കാൻ നേരിട്ടിറങ്ങി. അത് എന്നെ വന്ന് കണ്ടത് രാശി വെച്ച് നോക്കാനല്ല, ഒരാൾക്ക് വേറൊരാളിനെ കണ്ടുകൂടെ, ഒരാൾക്ക് വേറൊരാളിനെയൊക്കെ കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ MP ഗോവിന്ദൻ മാധവ പൊതുവാളിനെ പോയി കാണുന്നു. AK ബാലനാണ് അതിൽ സ്കോർ ചെയ്തത്. AK ബാലൻ പറഞ്ഞു, ജോത്സ്യന്മാർ ഇവിടുത്തെ പൗരന്മാരാണ്, അവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, അതും പാർട്ടി സെക്രട്ടറി നോക്കണ്ടേ? ഓ അത് ശരി.
ജ്യോത്സ്യത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ല, പക്ഷെ ജ്യോത്സ്യന്മാർക്ക് പാർട്ടിയിൽ വിശ്വാസം ഉണ്ടല്ലോ. ജ്യോത്സ്യന്മാരെ പാർട്ടി നോക്കണം. അപ്പം അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് മാധവ് പൊതുവാളിൻ്റെ വീട്ടിൽ പോയി. അതിനെന്താ? ഇതാണ് AK ബാലൻ ചോദിച്ചത്. അതോടെ ഒരു കാര്യം ഉറപ്പായി, ഇത് അവിടെ പോയി എന്നുള്ളത്. അപ്പോഴാണ് പിന്നെ മാധവ് പൊതുവാൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത്. അങ്ങേര് വന്നിരുന്നു, ആ ഫോട്ടോ ആര് പുറത്ത് വിട്ടു അതിനല്ല വന്നത്, വന്നത് രാശി വയ്ക്കാനല്ല, വെറുതെ അങ്ങനെ സുഖവിവരാന്വേഷിച്ചു. ജഗതി അനൗൺസ് ചെയ്ത പോലെ അതിനല്ല എന്ന് പറഞ്ഞു. പണ്ട് കയ്യൂർ സമരത്തിൽ, കരുവള്ളൂർ സമരത്തിലൊക്കെ പങ്കെടുത്ത് അന്ന് മുതലുള്ള കൂട്ടുകാരാണ് MV ഗോവിന്ദനും മാധവ് പൊതുവാളും. അത് ശരി. പിന്നെ മാധവ് പൊതുവാൾ വലിയ വിപ്ലവകാരിയായിരുന്നു. പിന്നീടാണ് പുള്ളി ജ്യോത്സ്യത്തിൽ, ഈ വിപ്ലവകാരികൾക്കെല്ലാം വയസ്സായി കഴിയുമ്പോൾ അവർക്ക് അവർ ജ്യോത്സ്യം പഠിക്കുകയും ജ്യോത്സ്യം പ്രാക്ടീസ് ചെയ്യുകയും അവരുടെ അടുത്ത് പാർട്ടിക്കാർ പലരും വരികയും ചെയ്യും. ഞാൻ ഈ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് വിചാരിച്ചത് ആദ്യം തള്ളിക്കളയാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. അപ്പോഴാണ് നമ്മുടെ CR പരമേശ്വരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. CR പരമേശ്വരൻ, അദ്ദേഹം മേ ബി ഒരു റിബൽ കമ്മ്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു ജനാധിപത്യവാദിയാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുണ്ട് ചേർന്നൊരു കോംപ്ലക്സ് പേഴ്സണാലിറ്റിയാണ് CR പരമേശ്വരൻ. എനിക്ക് അദ്ദേഹമായിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ. ബട്ട് ഞാൻ ഫേസ്ബുക്കിൽ സീരിയസ് ആയിട്ട് വായിക്കുന്ന പോസ്റ്റുകളിലൊന്ന് CR പരമേശ്വരൻ്റെ. CR പരമേശ്വരൻ പേരുകൾ മാറ്റിയിട്ട് എന്നാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, ഈ ഗോവിന്ദൻ ഈ കാര്യത്തിന് പോയതാണ്, മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ പോയതാണ് എന്ന് CR പരമേശ്വരൻ എഴുതി. പേരെഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും. പിണറായി വിജയൻ, ജ്യോത്സ്യൻ, MV ഗോവിന്ദൻ എല്ലാം. പുള്ളി ചില കോഡ് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ CR പരമേശ്വരൻ അങ്ങനെ ഒരു സർക്കാസ്റ്റിക്കായിട്ട് എഴുതിയെങ്കിലും സബ്സ്റ്റൻസ് ഇല്ലാതെ എഴുതിയില്ല. ഒരു ഇമാജിനറി സ്റ്റോറി, ഒരാളെ ചീത്തയാക്കാനായിട്ട്, എന്നിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ അത് സർക്കാസ്റ്റിക് ആക്കുക, പേര് മാറ്റുക, ഇങ്ങനെയുള്ള കൃത്രിമ പണികളൊന്നും ചെയ്യുന്ന ആളല്ല CR പരമേശ്വരൻ. ഇതിൽ പിന്നെ പേരെഴുതി CR പരമേശ്വരനായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് പേരുകൾ പുള്ളി മാറ്റി പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് MV ഗോവിന്ദൻ പോയി കണ്ടതാണ്, മാധവ് പൊതുവാളിനെ തന്നെ കണ്ടതാണ്. ജ്യോത്സ്യനെ കാണാനാണെങ്കിൽ വേറെയും ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്, ജ്യോത്സ്യന്മാർക്ക് സംഘടനയുണ്ട്, പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ ഉണ്ട്. അവരെ വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കും. ഇതൊന്നുമല്ല, പേഴ്സണൽ വിസിറ്റായിരുന്നു. ആ പോയത് മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ടോ എന്നറിയാനാണ്, ഒന്നറിയാൻ, അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി ആവണമെന്നൊന്നുമില്ല, സാധ്യത ഉണ്ടോ എന്നറിയുന്നതിൽ തെറ്റെന്താ? നരേന്ദ്രമോദിക്ക് ചക്രവർത്തി യോഗം ഉണ്ടെന്ന് പൊതുവാൾ പറഞ്ഞതാണ്. അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജ്യോത്സ്യം, ചിലപ്പോൾ ഈ ജ്യോത്സ്യത്തിൽ ഗോവിന്ദന് വിശ്വാസമില്ലെങ്കിലും ജ്യോത്സ്യം പ്രവർത്തിക്കുമല്ലോ. ഈ തോമസ് ആൽവ എഡിസൻ്റെ ലാബറട്ടറി, അതിന് മുമ്പിൽ സ്വസ്തിക ചിഹ്നം. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് സ്വസ്തികയിൽ വിശ്വാസമുണ്ടോ? പുള്ളി പറഞ്ഞു, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വസ്തിക പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു, ലാബിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ആ സാധനം വെച്ചാൽ പ്രവർത്തിക്കും, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ MV ഗോവിന്ദന് വിശ്വാസം ഇല്ലെങ്കിലും മാധവ് പൊതുവാളിന് വിശ്വാസതയുണ്ടല്ലോ. പുള്ളി പറഞ്ഞാൽ അച്ചട്ടാണ്. അതൊന്ന് കേൾക്കാനായിട്ട് MV ഗോവിന്ദൻ പോയത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. സാധാരണ ഈ CPM-ലെ ഹയറാർക്കി അനുസരിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, അങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഓട്ടോമാറ്റിക്കലി മുഖ്യമന്ത്രി ആകുമല്ലോ, പിന്നെന്തിനാ സംശയം? ഇല്ല, അസ്വാഭാവികമായ ഒരുപാട് കാര്യങ്ങളാണ് പാർട്ടിയിൽ. ആരോ ഭയമുണ്ടോ ഗോവിന്ദന്? ഉണ്ട്. പിന്നെ അതാരായിരിക്കും? അയ്യോ, പാർട്ടിയിൽ ഇപ്പോൾ അനിശ്ചിതത്വം അതിഗംഭീരമല്ലേ. അനിശ്ചിതത്വമാണ് പാർട്ടിയിൽ മുഴുവൻ. ആർക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ ഒരാളെക്കാളും വലിയ ആരാ ഉള്ളത്? വലിയ ഭീഷണി ആരാ ഉള്ളത്? വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അയാൾ വലുതാകും. ആ പോസ്റ്റിലേക്ക് നിങ്ങൾ അയാളെ ഇരുത്തുമ്പോൾ അയാൾ വലുതായി. AN ഷംസീർ ഒരു തല്ലുപിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു DYFI-കാരനായിരുന്നു അല്ലേ, സ്പീക്കറാക്കി വാടാ പോടാന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കാരായി ബ്രദേഴ്സിന് ജാമ്യം എടുക്കാനായിട്ട് എറണാകുളം CJM കോടതിയിൽ വന്നപ്പോഴാണ് ഞാൻ AN ഷംസീറിനെ കാണുന്നത് നേരിട്ട്. നല്ല പൊക്കവും തടിയും ഒക്കെ ഉള്ള അവരുടെ നല്ലൊരു ഫൈറ്ററായിരുന്നു AN ഷംസീർ. ഞാൻ മോശമായിട്ട് പറയല്ല കേട്ടോ. ബട്ട് AN ഷംസീറിന് ഈ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു പരിവേഷമൊന്നും ഉണ്ടായിരുന്നില്ല. AN ഷംസീറിനെ സ്പീക്കറാക്കിയപ്പോഴോ പിണറായി വിജയൻ തന്നെ സർ എന്ന് വിളിക്കേണ്ടി വരുന്നു അല്ലേ. പിണറായി വിളിക്കാറൊന്നുമില്ല, പക്ഷേ
ബട്ട് വിളിക്കേണ്ടി വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പിണറായി ഈ ചില ഫയലുകളൊക്കെ മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീക്കർക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സ്പീക്കർക്ക് താഴ്മയോടെ സവിനയം സമർപ്പിക്കുന്നു എന്നാണ് അതിൽ എഴുതുന്നത്. അതിൽ ഒപ്പിടാൻ പിണറായി വിജയന് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം എൻ ഷംസീറില്ലേ താഴ്മയോട് ആ താഴ്മ വെട്ടിക്കളഞ്ഞോ. അല്ല സാർ, വിനയമൊന്നും വേണ്ട, സമർപ്പിക്കുന്നു. സമർപ്പണം തന്നെ വേണോ സാർ? അത് ഇരിക്കട്ടെ സാർ, അതൊരു മര്യാദയല്ലേ. ഇങ്ങനെയൊക്കെയാണ് പിണറായിയുടെ. കാരണം ഇത് അപ്പോൾ ഈ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ താരപരിവേഷം വന്നോളും. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, കാര്യകക്ഷിയാണ്, ഇതൊന്നും അല്ലാത്ത മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കിയെന്ന് വെച്ചു. ആക്കിയാൽ ആ നിമിഷം മുതൽ താരപരിവേഷം വന്നു, റിയാസായി. ഞാൻ ഈ വർദ്ധനം പറഞ്ഞ് തീരും മുമ്പ് റിയാസ് മുഖ്യമന്ത്രിയാകാൻ വല്ല സാധ്യതയുണ്ടോ? സാധ്യതയൊക്കെ ഉണ്ട്, നല്ല സാധ്യതയുണ്ട്. എന്ത് സാധ്യത? എന്ത്? ആര് പിന്തുണയ്ക്കും? പാർട്ടി പിന്തുണയ്ക്കും. ഞാൻ പറയുന്നത് പിണറായി വിജയന് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ നല്ല ബോധവും ആവതും ഉള്ളപ്പോൾ പിണറായി വിജയൻ്റെ മധ്യസ്ഥതയിൽ തന്നെ റിയാസിനെ ആക്കണം. പിണറായി വിജയൻ പോയി കഴിഞ്ഞിട്ട് റിയാസ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും. ബട്ട് പിണറായി വിജയൻ ഉള്ളപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കിയിട്ട് വേണം അദ്ദേഹം സ്ഥലം വിടാൻ ആലോചിക്കാൻ. അത് കഴിഞ്ഞും പിണറായി മാറിക്കഴിഞ്ഞാൽ റിയാസിനെ അട്ടിമറിക്കാൻ പറ്റും. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പാടാം, സെറ്റപ്പാണ്. നിങ്ങൾക്ക് ബ്യൂറോക്രസിയിലും പോലീസിലും വേണ്ട പിടിപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കാറുള്ളത്, ഈ പിണറായി വിജയനെ ഉയർത്താൻ വേണ്ടി, മോശമാക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നൊരു കഥയല്ലേ റിയാസ് മുഖ്യമന്ത്രി എന്നുള്ളത്? വെറും കഥയല്ല അത്, വെറും കഥയല്ല, അതിനകത്ത് കഴമ്പുണ്ട്, സബ്സ്റ്റൻസ് ഉണ്ട്. റിയാസിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇപ്പം തന്നെയുണ്ട്. അത് സ്വാഭാവികം. മുഖ്യമന്ത്രിയുടെ മകനായ പിണറായിക്കെതിരെ ആക്രമണം വന്നപ്പോൾ റിയാസാണ് പറഞ്ഞത് മറ്റ് മന്ത്രിമാരൊന്നും മിണ്ടാത്തത് എന്താ എന്ന് ചോദിച്ച്. അപ്പോൾ പിന്നെ മറ്റ് മന്ത്രിമാരെല്ലാം മിണ്ടി. ഇതൊക്കെ ചെയ്യുന്നത് റിയാസാണ്. റിയാസ് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മെല്ലെ ഫോളോ ചെയ്യും എന്നുള്ള സ്ഥിതി ഇപ്പം തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം പിണറായി ആരോഗ്യത്തോടെ കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി തുടരട്ടെ എന്നാണ്. തുടരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.